ഫിൻചാലിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിൽ തുടരുന്ന ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ശക്തി കുറഞ്ഞെങ്കിലും നീലഗിരി, കൃഷ്ണഗിരി, തിരുപ്പൂർ, ഈറോഡ്, തേനി, മധുര ജില്ലകളിൽ മഴ തുടരുകയാണ്. തിരുവണ്ണാമല ഉരുൾപൊട്ടലിൽപ്പെട്ട എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇന്ന് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിഴുപുരം വഴി റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായില്ല. പുതുച്ചേരിയിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്നും അവധിയാണ്. ദിൽന ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്നും. ദിൽന, വലിയൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അത്രമാത്രം വലിയ ദുരന്തം നേരിട്ടു തമിഴ്നാട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? മഴ കുറഞ്ഞു, സാഹചര്യങ്ങൾ അനുകൂലമായി തുടങ്ങി? ഭവ്യ, ഈ പറയുന്നത് പോലെ ഫിൻചാലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും അവിടെ മഴ തുടരുകയാണ്. ഇന്ന് 15 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതും കേരള അതിർത്തിയുമായി പങ്കിടുന്ന ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചെന്നൈ അടക്കമുള്ള പല പ്രദേശങ്ങളിലും മഴ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പുതുച്ചേരിയിലടക്കം വലിയ തരത്തിലുള്ള ഒരു മഴ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ തിരുവണ്ണാമലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ മുഴുവൻ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. 5 കുട്ടികളടക്കമാണ് കാണാതായിട്ടുണ്ടായിരുന്നത്. അത് മുഴുവൻ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നാണ് ആയിട്ട് അറിയാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന്, പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. തിരുവണ്ണാമലയിലെ ഉരുൾപൊട്ടലിൽ ഇന്നലെ ഉദയനിധി സ്റ്റാലിൻ സ്ഥലം സന്ദർശിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായധനം പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് രാത്രിക്കകം തന്നെ കൈമാറണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അവിടെ പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സേലം, നീലഗിരി, വിഴുപ്പുറം, തിരുവണ്ണാമലൈ, റാണിപ്പേട്ട തുടങ്ങിയ ജില്ലകളിലും കൃഷ്ണഗിരി, കള്ളക്കുറിശി ജില്ലകളിലെ ചില താലൂക്കുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ തിരുവണ്ണാമലയിലടക്കം കനത്ത മഴയിൽ പല ക്ഷേത്രത്തിൻ്റെയൊക്കെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീഴുന്ന ദൃശ്യമൊക്കെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു. മറ്റൊന്നെന്ന് പറഞ്ഞാൽ 2000 കോടി രൂപയുടെ അടിയന്തര സഹായമാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. പലപ്പോഴും തമിഴ്നാടിന് ഇതിനോടകം തന്നെ അഭ്യർത്ഥിച്ച പല സഹായധനങ്ങളും കിട്ടാത്തതുമൊക്കെ ഉള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിന് എത്രത്തോളം ഈ ഒരു പ്രശ്നത്തിന് നിലനിൽക്കും എന്നുള്ളത് അറിയേണ്ടത് തന്നെയാണ്. നിലവിൽ അവിടെ മഴ ശക്തമാണ്. ചെന്നൈയിലടക്കം മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട് എങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഭവ്യ, തീർച്ചയായും എന്തായാലും വലിയ ഉരുൾപൊട്ടലടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. 7 പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലമാണിത്. ആ ഉരുൾപൊട്ടലിന്റെ ഭീതിതമായ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്.